നമസ്കാരം. സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലായ്പ്പോഴും പോലെ ഞാൻ പാലക്കാടിൻ്റെ ഗുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ് ഉള്ളത്, എറണാകുളത്ത്. അപ്പൊ ഇന്ന് എൻ്റെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുന്നത് കുറെ ഞങ്ങളുടെ ഡിസൈൻ വളകളാണ്. ഇന്നത്തെ വിശേഷം വളകളാണ്. അതിനുവേണ്ടി ഞാൻ എല്ലാ വളങ്ങളും അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിലെ സ്റ്റാർട്ടിങ് വളം ഇതാണ്, വീതി ഏറ്റവും വലുത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ടായിരുന്നു, നമ്മുടെ ഡിസൈൻസ് എല്ലാം വലിപ്പ വ്യത്യാസത്തിലാണ് റേറ്റിനെ തരംതിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏറ്റവും നേരിയ വള എന്നുള്ള രീതിയിൽ ഈ വളകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കൊരു 1200 മേലോട്ടാണ് വളകളുള്ളത്. അത് വീതി കൂടുതലനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരും. അതിന് ഈ രീതി ഇപ്പൊ ഞാൻ കാണിച്ചു. പിന്നെ വരുന്നത് ഇത് കഴിഞ്ഞു ഇതുപോലുള്ള വീതിയായിരിക്കും. നമ്മുടെ 1 പവൻ 1.25 പവനിലൊക്കെ തൂക്കത്തിൽ വരുന്ന പൈപ്പ് വളകൾ, അതുപോലെ പ്ലെയിൻ ബാംഗിളുകൾ, ഇതൊക്കെയാണ് നമ്മൾക്ക് പിന്നെ നെക്സ്റ്റ് വീതി വരുന്നത്. അത് പല ഡിസൈനിലുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ ഇട്ടേക്കാം. ഇതുപോലെ നമ്മുടെ കണ്ട 6 ആക്ക് ടൈപ്പ് വളകൾ നേരത്തെ തുടങ്ങിയുള്ളതാണ്, എങ്കിലും നമ്മൾക്ക് ഇപ്പോഴും ഡിസൈൻ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള വീതി, ഈ വീതിയിലുള്ള വളകൾ, പിന്നെ അത് കയറി കയറി വരുവാണ്, കൂടി വളകളുടെ വീതി വരുന്നു. പിന്നെ വരുന്നത് നമ്മൾക്ക് പിന്നീടുള്ള ഗേരു ടൈപ്പ്, അതായത് നമ്മളുടെ ശ്രേഷ്ഠ കളക്ഷൻ എന്ന് പറയും ഗേരു, അല്ലെങ്കിൽ ചെട്ടിനാട് കളക്ഷൻ. ഇതിന്റെ റെഡിഷ് കളറാണ് ഈ വളകൾക്ക്. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ സാരികളൊന്നും തന്നെ 916 കളറിലുള്ള കസവല്ല, ഒക്കെ കോപ്പർ കസവുകളൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും മിക്ക സാരികൾക്ക് സൂട്ട് ആവുന്നത് തങ്കത്തിന്റെ കളർ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ചെട്ടിനാട് കളക്ഷനിലേക്ക് നമ്മൾ കുറേ വളകൾ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറേ ഉണ്ട്. പിന്നെ ഇതുപോലെ സ്റ്റോണും കെമ്പ് സ്റ്റോണും ഒക്കെ വരുന്ന ഒത്തിരി കളർ വളകളുണ്ട്. പിന്നെ ഇതുപോലെ ലക്ഷ്മി ബാംഗിളുകൾ, ഇതുപോലെ ലക്ഷ്മി ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് വളകളുണ്ട്. പിന്നെ നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന കാശുവളകൾ കണ്ടോ, ഇതുപോലെ കാശുവളകളുണ്ട്. പിന്നെ നമുക്ക് ജെൻസിനും ഉണ്ട് കേട്ടോ, അതുപോലെ ജെൻസ് ബാങ്കുകളൊക്കെ ഉണ്ട്. ഇതുപോലെ കണ്ടോ, ഈ ഹെഡൊക്കെ വരുന്ന ജെൻസ് ബാങ്കുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന റോഡിയം ബാംഗിളുകൾ. ഇതൊക്കെ ഗോൾഡ് ഷോപ്പിലൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വളകളാണ്. നമ്മൾ അതേ ഫിനിഷിങ്ങിലും എല്ലാ ഭംഗിയോടും കൂടി തന്നെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പഴയകാല ട്രഡീഷണൽ ബാങ്കിലുള്ള പാലക്ക ഡിസൈൻസ്, പാലക്ക, നാഗപടം, മാങ്ങ, ഇങ്ങനെ എല്ലാ ഡിസൈനും പല ടൈപ്പിലും പല തരത്തിലുമാണ് നമുക്കുള്ളത്. അതും ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റോൺ ബാങ്കിൾ, ഇതിപ്പോ വൈറ്റ് സ്റ്റോൺ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ബേസ് ആയിട്ട് ഗോൾഡ് മേടിക്കേണ്ട. അത് നമ്മൾ സിൽവറോ കോപ്പറോ അല്ലെങ്കിൽ സിൽവറും കോപ്പറും മിക്സിംഗ് ഉള്ള ഏതെങ്കിലും ഒരു മെറ്റലിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വളയുടെ ഒരു ലേബർ അടക്കം വരുന്ന, അല്ലെങ്കിൽ 24 ഗോൾഡിന്റെ ലെയർ അടക്കം വരുന്ന ഒരു റേറ്റ് മാത്രം കൊടുത്താൽ മതിയാകും. അല്ലാതെ ബേസ് ആയിട്ട് നമ്മൾ ഗോൾഡ് മെറ്റലിന്റെ റേറ്റ് കൊടുക്കണ്ട. അപ്പൊ നമ്മളുടെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ പൈസ അധികം എക്സ്പെൻസ് ചെയ്ത ആഭരണം ഉപയോഗിക്കേണ്ട എന്ന് ചിന്തിക്കുന്നവർക്കും ഒന്നും വലിയ വില കൊടുക്കാതെ തന്നെ ഒരു സാരിയുടെ റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന റേറ്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം കരസ്ഥമാക്കാം, ഇടാം, അണിയാം. അല്ലെങ്കിൽ നമുക്ക് ആ ഭംഗിയും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്തരം വളകളൊക്കെ ഒന്ന് കാണുന്നതിന് നമ്മൾ ഷോറൂമുകളിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാനിപ്പോ ഫോണിൽ കൂടി എടുത്ത് ഫോട്ടോ കാണിച്ചാലും അതിനൊരു പൂർണ്ണത വരത്തില്ല. അപ്പൊ നമ്മൾ വന്നിട്ട് കയ്യിലൊക്കെ ഇട്ട് നോക്കി നമുക്ക് ചേരുമെന്നൊക്കെ നോക്കിയൊക്കെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിൽ തന്നെ വരണമെന്നേ ഞാൻ പറയുള്ളൂ. അതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നിപ്പോ ഈ വളകളുടെ ഇതാണ്. ഞാൻ ഇന്നലെ റേറ്റിന്റെ കാര്യം പറഞ്ഞ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പൊ അതില് ഞാൻ ഈ വീതിയും വിട്ടും ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാലകളാണെങ്കിലും വളകളാണെങ്കിലും വീതിയും വിത്തും, മറ്റെന്തുവാണ് ഐഡള് അല്ലെങ്കിൽ ലക്ഷ്മി വളകള്. ഇപ്പോ ലക്ഷ്മി വളകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കണ്ടോ, ഇതുപോലെ ലക്ഷ്മിയുടെ ഐഡളുകൾ ചെയ്ത വളകൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോൺ ചെയ്ത വളകൾ ഉണ്ടാവും. ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് റേറ്റ് ഓരോന്നിലും വരുന്നത്. അപ്പൊ അതേ സ്റ്റോൺ ബാങ്കിൾ കാണിച്ചല്ലോ. ഞാൻ ആദ്യത്തെ സ്റ്റോൺ ബാങ്കിൾ കാണിച്ചു. ഞാൻ കുറച്ച് വള ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് കാണിക്കുക. ഇത് നമ്മുടെ പ്രീമിയം കളക്ഷനാണ്.
ഇതില് റൂബി ആണെങ്കിലും ഇന്ദ്രനിലത്തിന്റെ ആണെങ്കിലും വൈറ്റ് സ്റ്റോൺ ആണെങ്കിലും ഒക്കെ നല്ല ക്ലിയറായിട്ട് ഡയമണ്ട് എങ്ങനെയാണോ അതേ ഫിനിഷിങ്ങിന് നമ്മൾ ചെയ്ത് വിടാൻ കേട്ടോ. ആ വളയുടെ ഒപ്പം തന്നെ നമ്മൾ ഈ വളയോടും അതുകൊണ്ട് കാണിച്ചു തരുവാണ്. ക്യൂബിക് സിർക്കോണിയ സ്റ്റോൺ ഒക്കെയാണ് നമുക്ക് ഇതിന് വരണത്. ഇതിന്റെ സ്റ്റോണിന് വാറന്റി ഉണ്ട്. അതുപോലെ നമ്മൾ 3 വർഷ വാറന്റിയും നമ്മൾ ഇതിന് ഓർണമെന്റ്സിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വളകൾ നമ്മുടെ കളക്ഷനിലുണ്ട്. എല്ലാവരും ഇതും ചോദിച്ച് കാണണം കേട്ടോ. അപ്പൊ ഞാൻ വളയുടെ ഡിസൈൻ എല്ലാം കാണിച്ചു. അപ്പൊ എന്റെ കാഴ്ചകൾ മാറി ഞാൻ വിശേഷങ്ങളിലേക്ക് എത്തുവാണ്. ഇതിൽ ഒരു കുട്ടി വിശേഷം ഉള്ളൂ കേട്ടോ. ഞാൻ ഇപ്പൊ എടുത്തു പോകും, വേറെ ഒന്നുമില്ല. ഇതിപ്പോ വളയാണല്ലോ കാണിച്ചത്. അപ്പൊ വള ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ വള ഇപ്പൊ ഞാൻ എപ്പോഴും ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ വള അഴിച്ചിട്ട് ടേബിളിൽ വെക്കും. ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ വള കൊണ്ടുപോകില്ല. വള എന്നല്ല, ഒരാഭരണവും പറക്കാട്ടിന്റെ ഒരാഭരണവും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉപയോഗിക്കില്ല. മാലയായാലും വളയായാലും. കാരണം ഇപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് എങ്ങനെയാണോ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് അതുപോലെയാണ് ഞാൻ എൻ്റെ ആഭരണം ഉപയോഗിക്കാറ്. അപ്പൊ ഞാൻ അത് എല്ലാവരോടും പറയുവാണ്. കാരണം നമ്മളിപ്പോ 2000, 3000, 4000, 5000, 10000, 15000 കൊടുത്ത് വാങ്ങിക്കുന്ന ഓർണമെന്റ്സ് നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് പോകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതെനിക്ക് ഞാനൊരു അഡ്വൈസ് പോലെ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് ഈ പറയുന്ന 1000 ആയാലും 2000 ആയാലും 10000 ഒക്കെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കരുതി കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഓർണമെന്റ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കുറച്ച് നാള് ഉപയോഗിക്കാൻ പറ്റണം, അല്ലേ? അപ്പൊ അതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെത്തുമ്പോ വീട്ടിൽ അഴിച്ചു വെക്കും. കിച്ചണിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് വേറൊന്നും കൊണ്ടല്ല കേട്ടോ പറയുന്നത്. കാരണം എന്താ പറയുക, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ തട്ടി ഒരച്ചിലുകൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയാവും. അല്ലാതെ വേറെ ദോഷമൊന്നും അതിനില്ല കേട്ടോ. മാക്സിമം നമ്മൾ ഫ്രീ ആക്കി വെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ജെൻസ് ആണെങ്കിലും ഇപ്പൊ ജെൻസ് ബാഗുകളൊക്കെ ഉണ്ട്, മോതിരങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ബൈക്കൊക്കെ ഇങ്ങനെ പിടിച്ച് ഇതാക്കുമല്ലോ, അതിലൂടെയൊക്കെ തേയ്മാനം വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒന്ന് കെയർ ചെയ്യും, നമ്മളൊന്ന് സൂക്ഷിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വളങ്ങൾ നല്ല ലാസ്റ്റ് കിട്ടും. പിന്നെയുണ്ട് എഴുതുന്നു. നമ്മുടെ പേന വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെ വീണോ നമ്മുടെ ഇതിൽ ഇങ്ങനെ ഉടഞ്ഞിട്ടാ പോകും. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് എഴുതണം. അങ്ങനെയൊക്കെ ചെറിയ എപ്പോഴും ഒന്നും അങ്ങനെ നോക്കാൻ പറ്റൂല. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഇങ്ങനെയൊക്കെ ഇതിന് ഒരച്ചില് സംഭവിക്കാം എന്ന്. അതാണ് ഇന്നത്തെ വിശേഷമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോ വീഡിയോ നീണ്ടു പോകണ്ട. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് വരാം. എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എനിക്കറിയാം എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.